രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ സുഗ്രീവനെ താര സമാധാന വാക്കുകൾ പറഞ്ഞ് അനുനയിപ്പിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ കണ്ടത്. സ്ത്രീകളോട് മഹാത്മാക്കൾ കോപിക്കാറില്ല. അപ്പം പറഞ്ഞു, ലക്ഷ്മണനോട് പറയുകയാണ്, അങ്ങ് നിങ്ങൾ രണ്ടു കൂട്ടരും ഇന്ദ്രസദൃശരാണ്, പോരാ അതിനേക്കാൾ വലിയ ശക്തിശാലികളാണ്. എന്തിനും നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അത്തരത്തിലുള്ള ശക്തിശാലികളായിട്ടുള്ള നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള നിസ്സാരന്മാരോട് കോപിക്കുന്നത് ശരിയാണോ? ലക്ഷ്മണരാജൻ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, രാജപുത്ര കോപിക്കരുത്. വിശ്വാമിത്രൻ മുതലായിട്ടുള്ള മഹർഷിമാർ കൂടി മേനകയുടെ അതിൽ മുങ്ങി മയങ്ങി തപസ്സിന് ഭംഗം വന്നതായിട്ട് 10 വർഷം വിശ്വാമിത്രൻ കഴിച്ചുകൂട്ടിയ കഥയുണ്ടല്ലോ. പിന്നെ ഈ വാനരന്മാർ വേണ്ടേ ലേശം കാമാസക്തി മദ്യാസക്തി ഇത് വന്നതിൽ എന്തിനാണ് അത്ഭുതം? എങ്കിലും ആ തെറ്റായിട്ട് തന്നെ ഞങ്ങൾ ന്യായീകരിക്കണില്ല, ക്ഷമിക്കണം. തെറ്റ് പറ്റിപ്പോയതിൽ എന്തെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അത് ക്ഷമിക്കണം എന്ന അനുനയപ്രകാരം താര പറഞ്ഞു. എന്ന് മാത്രമല്ല, സുഗ്രീവൻ വെറുതെ മധ്യത്തിൽ ആകാരടിക്കുകയല്ല, വാനരന്മാരെ വരാൻ വേണ്ടിയിട്ട് ഹനുമാൻ മുഖാന്തരം ആജ്ഞ കൊടുത്തു കഴിഞ്ഞു. അത് അങ്ങ് മനസ്സിലാക്കണം. പിന്നെ എന്തിനാണ് ഭയക്കണത്? തീർച്ചയായിട്ടും സീതാന്വേഷണം നടന്നിരിക്കും. 1000 കോടി വാനരന്മാരുണ്ട്. സംഖ്യ പലതിക്കലും പലതും പറയേണ്ട, അതിന് പ്രാധാന്യമില്ല, അനവധി എന്നർത്ഥമേ. അനവധി വാനരന്മാരെ വരുത്താൻ അവരെവിടെയൊക്കെയുള്ളത് വെച്ചാൽ അവരെയൊക്കെ 10 ദിവസത്തിനകം വരുത്താൻ വേണ്ടിയിട്ട് ഹനുമാൻ മുഖാന്തരം പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെത്തിച്ചേരുകയും ചെയ്യും എന്നങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോഴോ സുഗ്രീവൻ ശാന്തനായി, ലക്ഷ്മണൻ ശാന്തനായി. സംഹാരമൂർത്തി എന്താ വെച്ചാൽ സംഘർഷണനാണ്. അപ്പം അത്രയ്ക്കും ദേഷ്യം എന്നായി പ്രപഞ്ചം മുഴുവൻ ഇല്ലാണ്ടേക്കാൻ അടക്കം സാധിക്കുന്നതായിട്ട് ലക്ഷ്മണൻ താരയുടെ വാക്കുകൾ കേട്ടു, സ്വീകരിച്ചു. സാരില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനമായി. ശരത്കാലം വരും ചെയ്തു, ഒന്നും ചെയ്യണമില്ല. അങ്ങനെ ഇരുന്നതായിട്ട് സമയത്ത് ഞങ്ങൾക്കൊരു ശങ്ക വന്നു. എന്തെങ്കിലും ഉപേക്ഷ വരുത്തുകയോ സുഗ്രീവൻ വാക്കു മാറുകയോ ചെയ്യുമോ? തസ്മിൻ പ്രതിഗൃഹീതേത്യ വാക്യേ ഹരിഗണേശ്വരനായിരിക്കുന്ന വാനരൻ അതൊക്കെ സ്വീകരിച്ചു. ഏത് പ്രകാരത്തിൽ നമ്മൾ വസ്ത്രം മാറുന്നു അതേപോലെ കോപത്തെ പരിത്യജിച്ചു. കോപം വന്ന പോലെ തന്നെ പൂവും ചെയ്യും വരുന്നവർക്ക് അങ്ങനെയുണ്ട്. ആ കോപമൊക്കെ വെടിഞ്ഞു. പിന്നെ സുഗ്രീവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിനൊരു വിചാരമുണ്ട്, തനിക്ക് ഈ അഹങ്കാരമൊക്കെ വന്നത് ഈ മാല ബാലി കൊടുത്തിട്ടുണ്ട്. ബാലിക്കത് ഇന്ദ്രൻ കൊടുത്തതാണ്. ഈ മാല എനിക്ക് വേണ്ട. എന്തിനാപ്പോൾ ശത്രുക്കളുടെ ശക്തിയും കൂടി തനിക്ക് കിട്ടത്തക്ക വിധത്തിൽ ഈ വിശിഷ്ടവും പല ഗുണങ്ങളുള്ള ഈ മാല അണിഞ്ഞത്? ഒരു പക്ഷേ ഇതെൻ്റെ അഹങ്കാരത്തിനെ വർദ്ധിപ്പിക്കുമോ എന്നൊരു തോന്നൽ. പൊട്ടിച്ചതൊരൊറ്റയേറ്. രാമനും ലക്ഷ്മണനും ഉണ്ടാവുമ്പോൾ എനിക്ക് പിന്നെ ഈ മാല എന്തിനാണ്? ഈ മാല ഞാൻ അങ്ങോട്ട് വലിച്ചെറിയാണ്. അതുകൊണ്ടാണ് എനിക്ക് അഹങ്കാരം ഉണ്ടായതെന്നാ. ഉപേക്ഷിച്ചു എന്നൊരു കാര്യം. ചിച്ഛേദ വിമതച്ചാസി സുഗ്രീവോ വാനരേശ്വര തത കണ്ഠഗതം മാല്യം. കണ്ഠത്തിലിരിക്കുന്ന മാലയെ വലിച്ചെറിഞ്ഞു. എനിക്കൊന്നും വേണ്ട രാമ, അങ്ങയുടെ സേവയാണ് ഇനി എൻ്റെ ജീവിത ലക്ഷ്യം. വിനയപൂർവം പറഞ്ഞു. രാമൻ്റെ ദയയാണ് ഈ രാജ്യം ഏട്ടനെ കൊന്നിട്ട് എനിക്ക് കിട്ടാനുള്ള കാരണം. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ബാലിവധം നടത്തി കിഷ്കിന്ധ എനിക്ക് കിട്ടിയത്. ഇതിന് ഒരു പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല രാമ.
എന്ത് തന്നാലാണ് ഇതിന് പകരമാവുക എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ആ അങ്ങയുടെ ശത്രുവായിട്ടുള്ള രാവണനെ അല്ലാണ്ട് എനിക്കിനി വിശ്രമമില്ല. എനിക്കോ കിഷ്കിന്ധയിലത്തെ ഒരു വാനരനും വിശ്രമിക്കില്ല. ഇത് ഞാൻ വാക്ക് തരണു. ആ വാക്ക് ഞാൻ മാറിയിട്ടൊന്നുമില്ല. വാനരന്മാരെത്തട്ടെ, അതിനുള്ള താമസം മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നങ്ങനെ പറഞ്ഞ് ആ തെറ്റ് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങേക്ക് ഈ കോപം ആശങ്കയും ജനിപ്പിച്ചതായിട്ടുള്ള തെറ്റ് അല്ലയോ രാമ, ക്ഷമിക്കണം. വാനര സ്വഭാവമല്ലേ, കുറച്ച് വൈകി എന്നൊരു തെറ്റേ ഉള്ളൂ. സർവദാ ഹിപമപ്രാത സദാധോ വാനരേശ്വര തയാനാഥേന സുഗ്രീവ പ്രശ്യതേന വിശേഷത. ഇത് രാമൻ്റെ വാക്യാണ്. രാമൻ പറഞ്ഞു, ലക്ഷ്മണൻ്റെ വാക്യാണ്. ലക്ഷ്മണൻ പറഞ്ഞു, താരേ, ഇപ്പം എനിക്കൊരു സമാധാനം തോന്നുന്നുണ്ട്. എൻ്റെ ഏട്ടനും ഞാൻ അനാഥരായോ? ശക്തിശാലികളായിട്ടുള്ള നിങ്ങളുടെ സഹായം അത് ഞങ്ങൾക്ക് കിട്ടാതെ വരുമോ? നിങ്ങളതൊക്കെ മറന്നുവോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിൽ കുറച്ച് പരിഭ്രമം ഉണ്ടായി. ഇപ്പം ഇതാ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. ആ സമാധാനക്കേടുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. കണ്ടോ, അപ്പോൾ ലക്ഷ്മണനും തൻ്റെ തെറ്റ് സമ്മതിച്ചു. ഒക്കെ ക്ഷമിക്കണം കേട്ടോ, ഒന്നും മനസ്സിൽ വയ്ക്കരുത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഒരുമിച്ച് പോയാൽ രണ്ടു കൂട്ടർക്കും ഗുണമാണ്. രാമൻ്റെ സഹായം കിട്ടിയാൽ പിന്നെ ഗുണമല്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ സുഗ്രീവൻ ഈ ലോകത്തിലൊന്നിനെയും പേടിക്കാനില്ല. രാമനോ സുഗ്രീവൻ്റെ സഹായം ഉണ്ടെങ്കിലല്ലാണ്ട് തൽക്കാലം രാക്ഷസേശ്വരനെ ജയിക്കാനും കഴിയില്ല. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. തെറ്റിയിട്ട് ഇപ്പം എന്താ കാര്യം? രണ്ടു കൂട്ടർ ശിഥിലാവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് താരേ, എന്തൊക്കെയോ ഞാൻ പറഞ്ഞതൊന്നും നീയും കണക്കാക്കണ്ട. നമുക്കതിനെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്യാം. എന്തായാലും ഒരു കാര്യമുണ്ട്, സുഗ്രീവൻ പെട്ടെന്ന് എൻ്റെ ജ്യേഷ്ഠനെ ഒന്ന് കാണട്ടെ. എന്നാൽ തെറ്റിദ്ധാരണകളൊക്കെ ഒന്നും കൂടി നന്നല്ലോ തീരാൻ എന്നങ്ങനെ പറഞ്ഞ് ഹനുമാനോട് അറിയിച്ചു. അപ്പോഴേക്ക് സുഗ്രീവൻ പറഞ്ഞു, ഏതൊക്കെ വാനരന്മാർ തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാട്ട്, ഈ മേലോട്ടുണ്ടോ നിശ്ചല താഴോട്ടുണ്ടോ, എല്ലാ സ്ഥലത്തേക്കും പോയിട്ട് എല്ലാ വാനരന്മാരോടും വരാൻ പറഞ്ഞു എന്ന് ആജ്ഞ കൊടുക്കുക എന്ന് ഹനുമാനോട് പറഞ്ഞു. എല്ലാ പർവ്വതത്തിലും മഹേന്ദ്രം, മന്ദരം, നിമവാൻ, വിന്ധ്യ, കൈലാസം, അഞ്ജനപർവ്വതം, മേരുപർവ്വതം, ധൂമ്രപർവ്വതം, മഹാരുണപർവ്വതം, സർവ്വപർവ്വതങ്ങളിലും പോയിട്ടുള്ള വാനരന്മാർ എത്രയോ കോടിയുണ്ട്. വാനരൻ ഓരോ ദിക്കിലും ഓരോ സംഖ്യ പറയുക. സംഖ്യയ്ക്ക് ഈ സംസ്കൃതത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. കുറേ എന്നർത്ഥത്തിനാണ് പലപ്പോഴും സഹസ്രം എന്ന് പറയുക. നമ്മളും പറയില്ലേ 1000 പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു. 1000 പ്രാവശ്യം എണ്ണിയിട്ടാണോ? നിരവധി പ്രാവശ്യം എന്നർത്ഥമേ ഉള്ളൂ. എന്ന പോലെ ഈ സഹസ്രം കോടി, 3.5 കോടി വാനന്മാർ, ചിലപ്പോൾ 10 കോടി, 1000 കോടി എന്നൊക്കെ കാണാണ്ട് അനവധി നർത്ഥം. എവിടെയെല്ലാം വാനരന്മാരുണ്ടോ അവരോടൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. സുഗ്രീവൻ തൻ്റെ പല്ലക്ക് വേഗം വരട്ടെ ആജ്ഞാപിച്ചു. രാജാവാണല്ലോ, അതിനുള്ള കഴിവൊക്കെ ഉണ്ട്, അതിനുള്ള ശക്തിയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ വാനരന്മാരാവട്ടെ സർവ്വദിക്കിലും പോയിട്ട് അന്വേഷിച്ചു. ഹിമാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ പണ്ടൊരു മഹാദേവ യാഗം നടന്നിരുന്നു. അവിടെ അന്നത്തിൽ നിന്ന് മുളച്ചിട്ടുള്ള കുറേ കായികനികൾ കഴിച്ചാൽ 1 മാസത്തേക്ക് വിശക്കില്ല എന്നാണ്. അതൊക്കെ വാനരന്മാർ കഴിച്ച് കുറച്ച് ശേഖരിച്ചും വെച്ചു. ഇനി എപ്പോഴെങ്കിലും ഉപകാരമായി പോട്ടെ എന്നങ്ങനെ വെച്ച് സുഗ്രീവൻ പല്ലക്കിൽ രാമനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും കുറേ വാനരന്മാർ എന്ത് ചെയ്തിരിക്കണു, ധാരാളം കാഴ്ച ദ്രവ്യമൊക്കെ സുഗ്രീവ രാജാവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നു. അതൊക്കെ സുഗ്രീവൻ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പറഞ്ഞു, ഹേ വാനരശ്രേഷ്ഠന്മാരെ, ബാലിയെ വധിച്ച് ഞാൻ രാജാവായി. പക്ഷെ അതോടുകൂടി നമ്മുടെ കർത്തവ്യം തീരുന്നില്ല. വലിയൊരു കർത്തവ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് സാക്ഷാൽ രാമനെയും ലക്ഷ്മണനെയും സഹായിക്കലാണ്. എന്ത് ചെയ്തിട്ട്? രാവണനെ വധിച്ചിട്ട് സീതയെ വീണ്ടെടുക്കണം. അത് നമ്മുടെ മുമ്പിലുള്ള കർത്തവ്യമാണ്. അതുകൊണ്ട് ഞാൻ ഉടനെ രാമനെ കാണാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ അനുഗമിക്കണം. സീതാന്വേഷണത്തിന് വേണ്ടതായിട്ടുള്ള ആരംഭം ഒട്ടും താമസിയാതെ കുറിക്കണം. ഊർജിതമായിട്ടും ഉത്സാഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് കൊണ്ടുപോകും വേണം.
ലക്ഷ്യം നേടണവരെ ഇനി വിശ്രമം ഇല്ല. ഇത് ഉറപ്പായിട്ട് അങ്ങനെ പറഞ്ഞു. താരയോട് പറഞ്ഞു, മറ്റു സ്ത്രീകളോട്, നിങ്ങളെല്ലാം അന്തഃപുരത്തിലേക്ക് പോയിക്കോളൂ, ഇനി കുറേ കാലത്തേക്ക് നമ്മൾ കാണുമെന്ന് തോന്നണില്ല. സീതയെ കണ്ടിട്ട് ശേഷമാണ് അവരൊക്കെ വാനര സ്ത്രീകളെ കാണുന്നത്. അവരെയൊക്കെ അന്തഃപുരത്തിലേക്ക് അതിനെ പറഞ്ഞയച്ചു. ഗംഭീരമായിട്ടുള്ള പല്ലക്കിൽ അങ്ങനെ സുഗ്രീവൻ ഇരിക്കുകയാണ്. അലുക്കുകൾ, സ്വർണ്ണങ്ങൾ, ശിഷ്ട ഇരിപ്പിടങ്ങൾ, സ്വർണവും രത്നങ്ങളും കൊണ്ട് വെൺകൊറ്റക്കുട, ചാമരം ഒക്കെ വീശിയിട്ടാണ് രാജാവല്ലേ സുഗ്രീവൻ രാമനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. വാദ്യഘോഷങ്ങൾ, ശംഖനാദം മുതലായിട്ടതൊക്കെ മുഴക്കി രാമൻ്റെ അടുത്താണ് എത്തിയപ്പോഴോ എല്ലാവരും രാമനെ തൊഴുതു. സുഗ്രീവൻ ആദ്യം വന്ദിച്ചു. സുഗ്രീവൻ വന്ദിച്ചിട്ട് പറഞ്ഞു, രാമ, വളരെയേറെ നമസ്കാരമുണ്ട്. അങ്ങയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ രാജ്യം എനിക്ക് കിട്ടിയിട്ട് തർക്കമില്ല. ഇതിന് എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത് എന്നെനിക്ക് നിശ്ചയില്ല. എന്ത് ചെയ്താലാണ്, ഒന്നും ചെയ്താൽ ഇതിന് പകരാവില്ല. കാക്കലാണ്ട് വീഴുകയാണ് സുഗ്രീവൻ. താമസം പറ്റിയിട്ടുണ്ട് അച്ഛാ, ക്ഷമിക്കണേന്ന് പറഞ്ഞു. എന്നിട്ടോ ആ രാമനുണ്ടല്ലോ അപ്പം മറന്നു സുഗ്രീവനോടുള്ള അതൊക്കെ ഒരു തൽക്കാലേ ഉള്ളൂ. സുഗ്രീവൻ എപ്പോൾ കാക്കൽ വീണു അപ്പോൾ മാറോട് ചേർത്തു പുണർന്നു. നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടാവുക പാടുമോ? നീ കുറച്ച് വൈകിയപ്പോൾ സീതാവിരഹം കൊണ്ട് എൻ്റെ മനസ്സ് കുറച്ച് അസ്വസ്ഥമായി സുഗ്രീവ. നീ മനസ്സിലായി, നീ എൻ്റെ ഭാഗത്തുനിന്ന് പോവില്ല, നീ എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ തമ്മിൽ ശത്രുതയില്ല, പാടില്ല, ഒരിക്കലും ഉണ്ടാവില്ല. സുഗ്രീവൻ പറഞ്ഞു, ദാ എത്രയോ വാനരന്മാർ, അവർ പലതരക്കാരുണ്ട്. ഋക്ഷന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള കരടി വർഗത്തിൽപ്പെട്ട ഒരു ജാമ്പവാനൊക്കെ അതിലാ വിടുക എന്നാണ്. ഗോലാങ്കുലന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള പശുവിൻ്റെ വാലിന് തുല്യമായിട്ടുള്ളൊരിതാ തയ്യാറായിട്ടുണ്ട്. രാജൻ ഓർഡർ കൊടുക്കുക വേണ്ടു, അവർ സീതയെ അന്വേഷിച്ച് പോയിക്കോളും, എവിടെ വേണമെങ്കിലും പോയിട്ട് അന്വേഷിച്ചോളും. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും എന്നൊക്കെ ഇവിടെ പറയുന്നു. അത്രയും വാനരന്മാർ രാവണനെ കൊന്ന് സീതയെ തീർച്ചയായിട്ടും അവർ നേടിയിരിക്കും. ഒരു കാര്യത്തിന് പോകുമ്പോൾ ആദ്യം ഇടുന്ന ആത്മവിശ്വാസമാണ്. ഇനി ഇത് നേടിയിട്ട് തന്നെ വേറെ കാര്യം. പുറപ്പെട്ടിട്ടുണ്ടോ ലക്ഷ്യം നേടിയിരിക്കും, അല്ലാണ്ട് ഇനി പിന്മടങ്ങലില്ല എന്നങ്ങനെ പറഞ്ഞ് ആ അന്വേഷണത്തിനുള്ള പുറപ്പാട് എല്ലാവരും കൂടിയിട്ടങ്ങനെ പ്രതിജ്ഞ എടുത്തു. തതസ്സമുദ്യോഗം അപേക്ഷ്യ വീര്യവാൻ പ്രവീരസ്യ നിദേശവർത്തിന ബഭൂവ കട്ടാത്മസുതാതിപത്മജ പ്രബുദ്ധനീലോൽപലതുല്യദർശന. ഒരുക്കം കൊണ്ട് ആ രാജപുത്രൻ വാനരസേനയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ട് വളരെയേറെ സന്തോഷിച്ചു. വിടർന്ന നീലോൽപ്പല പുഷ്പങ്ങളെ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടി വിളങ്ങി. ഇത്രയും വാനരൻ ഒരുക്കങ്ങൾ സുഗ്രീവൻ ചെയ്തിട്ടുണ്ടല്ലേ, വെറുതെ എന്തിനാ പവനെ സംശയിച്ചത്? കൊല്ലും നടക്കം പറഞ്ഞില്ലേ, ഒക്കെ കഷ്ടമായി, വേണ്ടിയിരുന്നില്ല. അവനുണ്ടോ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സുഗ്രീവനെ പുണർന്നു രാമൻ. ഇപ്പം തൽക്കാലം നീയല്ലാണ്ട് എനിക്ക് വേറൊരു ആശ്രയമില്ല. ഇന്ദ്രനും സൂര്യനും ചന്ദ്രനും സമാനമായിട്ടുള്ള അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക? ഇന്ദ്രൻ സ്വർഗം ഭരിക്കും, വേണ്ടവർക്ക് മഴ കൊടുക്കുന്നുള്ളത് ഉറപ്പാണ്. സൂര്യനോ എല്ലാവർക്കും പ്രകാശം കൊടുക്കും, സംശയമുണ്ടോ? ഒരു സംശയം ആർക്കുമില്ല. ചന്ദ്രനോ എല്ലാവർക്കും നിലാവ് രാത്രി കൊടുക്കും, അതും സംശയമില്ല. ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യതിന്ദ്രോ വർഷതേ വർഷം നതച്ചിത്രം ഭവിഷ്യതി ആദിത്യോ സഹസ്രാംശു കുര്യാത് വിധിമിരം നഭ. നഭസിനെ ഉരുട്ടില്ലാണ്ടാക്കും. ഇതുപോലെ നീയും മിത്രത്തെ സന്തോഷിപ്പിക്കും. ഈ നേരത്തെ പറഞ്ഞതൊക്കെ ഉപമകളാണ്. എപ്രകാരം സൂര്യൻ വെളിച്ചം കൊടുക്കുമോ, എപ്രകാരം ഇന്ദ്രൻ ആശ്രയിച്ചവർക്ക് മഴ നൽകുമോ, ചന്ദ്രൻ നിലാവ് എല്ലാവർക്കും സംശയം ആർക്കെങ്കിലും ഇല്ലല്ലോ. അതുപോലെ സുഗ്രീവ, നീ നിൻ്റെ മിത്രത്തിനെ സഹായിക്കുമെന്നത് സംശയരഹിതമാണല്ലോ. നീ നല്ലവനാണ്, ആദർശശീലനാണ്, പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. സീതയെ നേടുമെന്ന് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. രാവണനെ കൊല്ലുകയും ചെയ്യും, ഉറപ്പാണ്. അങ്ങനെ വന്നിരുന്ന വാനരന്മാരെല്ലാം അങ്ങനെ ഭഗവാൻ കാണുകയാണ്. ആകാശം മൂടത്തക്ക വിധത്തിൽ വാനരന്മാർ, ആകാശത്തിൽ കൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളവർ, വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളവർ, എവിടെ വേണമെങ്കിലും എത്തിച്ചേരാനും ഏത് തരത്തിലുള്ള നിറം, പലതരത്തിലുള്ള ആകൃതി, വലിപ്പം, വാലിൻ്റെ ആകൃതി, ഇതൊക്കെ വ്യത്യാസപ്പെട്ടതായ ദംഷ്ട്രകളുള്ളവർ, ബലവാന്മാർ, അനവധി തരത്തിലുള്ള കോടിക്കോടി വാനരന്മാരങ്ങനെ നിറഞ്ഞത് രാമൻ കണ്ടു. സുഗ്രീവനൊന്നും ചെയ്യാതിരുന്നിട്ടില്ല.
വേണ്ട സമയത്തൊക്കെ അവൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ഓരോരോ പുറത്തേക്ക് അങ്ങനെ പറഞ്ഞയക്കുകയാണ്. അതിപ്പോൾ ശരിക്കും പറയാച്ചാൽ വാൽമീകി രാമായണത്തിൽ ഒരു സർഗങ്ങളായിട്ടെങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു. കുറേ പേരുകളൊക്കെ ഇവിടെ പറയുന്നു. ഗവാക്ഷൻ, ധൂമ്രൻ, കരടി വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഈ ഋക്ഷവംശത്തിൽപ്പെട്ടത് എന്ന് പറയുന്നത്. പിന്നെ പനസൻ, നീലൻ, ഗവയൻ, ദരിമുഖനുമുണ്ട്, ദതിമുഖനുമുണ്ട്. മൈന്ദനും ദിവിതനും അമൃത് കഴിച്ചവരാണ്. ഇവർക്ക് മരണമില്ല എന്നാണ്. പിന്നെ ജാമ്പവാൻ, അതുപോലെ രുമണ്വൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രധാനിയുണ്ട്. ഗന്ധമാദനൻ, അങ്കദൻ, താരൻ, അതുപോലെ തന്നെ ദുർമുഖൻ, ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഹനുമാൻ, അതുപോലെ തന്നെ ഇന്ദ്രജാനു, രംഭൻ, നളൻ, ദതിമുഖനും ദരിമുഖനും വേറെ വേറെ. ഇത്രയും വാനരന്മാർ ഇവരിൽ ചിലർ മാത്രമാണ്. വാനരയൂഥപത്തിൽ ചിലർ മാത്രമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടൊന്നും മുഴുവനായിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ സുഗ്രീവൻ പറഞ്ഞു കൊടുക്കണു. അപ്പോൾ രാമൻ ചോദിക്കേണ്ട, സുഗ്രീവ ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ പറഞ്ഞു, പണ്ട് ദുന്ദുബി എന്ന അസുരനെ വധിക്കാൻ ബാലി പോയപ്പോൾ ഞാനും പോയി. ഏട്ടൻ വധിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ദുന്ദുബിയാണല്ലോ മരിച്ചത്. അപ്പോൾ ആ ഭരണകാലത്ത് ബാലി കല്ലൊക്കെ തള്ളി മാറ്റി വന്നപ്പോൾ എന്നെ കൊല്ലാൻ വന്നു എൻ്റെ പിന്നാലെ. ഞാനും ഓടി. അങ്ങനെ ഈ ഭൂമി മുഴുവനും ഓടിയെന്നാണ്. ഭൂമിയിൽ നിന്നല്ല, ഭൂമി വിട്ടിട്ടുള്ള സ്ഥലങ്ങളും ഓടിയപ്പോൾ ഈ സ്ഥലങ്ങൾ കണ്ടു എന്നും പറഞ്ഞിട്ട് അതിനെപ്പറ്റി വേറൊരു സർഗത്തിലാണ് വർണ്ണിക്കുന്നത്. ഇവിടെയല്ല, അങ്ങനെ കണ്ടതാണെന്നും പറഞ്ഞിട്ടാണ് ഇത്രയും അനവധി സ്ഥലങ്ങൾ. അവിടെ ഇന്ന പർവ്വതം, ഇന്ന സരസ്, ഇന്ന നദികൾ എന്നങ്ങനെ പറഞ്ഞ് എത്രയാ വിവരിക്കണം നിശ്ചയില്ല. വളരെ ചുരുക്കമായിട്ട് നമുക്ക് ഓടിക്കുക അലച്ച വീരസാവും. അതൊക്കെ വിനതൻ എന്ന് പറഞ്ഞിട്ടുള്ള വാനരശ്രേഷ്ഠനെ കിഴക്കോട്ട് അയച്ചു എന്നാണ് ആദ്യം പറയണത്. വിനതനെ, നീലനെ, അത് അങ്കദനെ ആവട്ടെ തെക്കോട്ട് അയച്ചു. ഇപ്പോൾ കിഴക്കോട്ടും തെക്കോട്ടുമായി ഓരോ സർഗത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ കാണാൻ പോണ കാഴ്ചകളെയും വിവരിക്കുന്നുണ്ട്. ഇന്ന പർവ്വതങ്ങൾ, പുഷ്പിതക പർവ്വതം എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെയൊക്കെ വെളിച്ചം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വൈദ്യുത പർവ്വതം, ഭോഗവതിയുള്ള നദി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനവധി കാര്യങ്ങളാണ് സുഗ്രീവൻ മനസ്സിലാക്കിയത്. സുഷേണനെ പടിഞ്ഞാട്ടയച്ചു. സുഷേണൻ എന്ന് പറഞ്ഞാൽ താരയുടെ അച്ഛനാണ്. സുഗ്രീവൻ്റെ ജാമാതാവാണ്. താര പത്നിയല്ല, എന്നാലും ഒരു തരത്തിൽ ബാലിയുടെ ജാമാതാവ് എന്ന് പറയാം. സുഷേണൻ അദ്ദേഹത്തെ പടിഞ്ഞാട്ടയച്ചു. ഇനി യുദ്ധം വരുമ്പോൾ ഈ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ പോകുന്ന ആളാണ് ഈ സുഷേണൻ. താരയുടെ അച്ഛൻ, ബാലിയുടെ ജാമാതാവ്. ഇപ്പോൾ സുഗ്രീവൻ്റെ ഏകദേശാസ്ഥാനത്താണ്. പടിഞ്ഞാറ് പോയാൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയണമെന്നറിയോ? ഒരുപടി കാര്യങ്ങൾ. ഗന്ധർവന്മാരുണ്ട്, 24 കോടി ഗന്ധർവന്മാർ. പിന്നെ അവിടെ പഞ്ചജനം ഉള്ളതായിട്ടുള്ള പർവ്വതങ്ങളെ ഗുഹകളിൽ അവിടെയൊക്കെ സീതയെ തിരയണം. വരാഹപർവ്വതം പർവ്വതം, അവിടെ നിങ്ങൾ സീതയെ തിരയണം. ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അതുപോലെ 60,000 സ്വർണ്ണപർവ്വതങ്ങളുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വർണ്ണന ഒരുപാടുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് പോയാൽ എന്തെല്ലാം കാണാം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഒരു സ്ഥലം വരെ, അതിനപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല, നമുക്ക് പറ്റില്ല. ലോകാലോക പർവ്വതം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗവതത്തിൽ പറഞ്ഞു, അതുവരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലം വരെ പോകണം എന്നർത്ഥം. നീ അങ്ങോട്ട് പറ്റില്ല എന്നായാൽ നിർത്തുകയെന്നുള്ളൂ. അപ്പോഴേക്കൊക്കെ ചെന്ന് സീതയെ അന്വേഷിക്കുക. പർവ്വതങ്ങളിലെ, നദികളിലെ, കാട്ടിൽ, സാനുപ്രദേശങ്ങളിലെ, ഗുഹകളിൽ അവിടെയൊക്കെ അന്വേഷിക്കുക. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കാണ് പോകാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്. അവിടുന്ന് പിന്നെ പോകാൻ പറ്റില്ലല്ലോ, അതുവരെ നിങ്ങൾ ചെന്നെത്തണം. ഇപ്പം ഞാൻ പറഞ്ഞതും പറയാത്ത സ്ഥലത്തും പോകണം. അവിടെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോകാതിരിക്കേണ്ട. ഇനി ഞാനിത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പറയാത്ത സ്ഥലം വല്ലതുണ്ടെങ്കിൽ അവിടെയും അന്വേഷിക്കണം. ലക്ഷ്യം എന്താണോ ഞാൻ പറഞ്ഞത് ചെയ്യുക, അന്വേഷിക്കുക എന്നതല്ല, സീതയെ കണ്ടെത്തല ലക്ഷ്യം. ആ സീതയെ കണ്ടെത്താൻ എന്തെല്ലാം ഉചിതമായിട്ട് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതിലൊക്കെ മാറ്റം വരുത്തി, പരിഷ്കാരങ്ങൾ വരുത്തി ഒക്കെ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. സീതയും കൊണ്ടേ വരാവൂ. രാവണനെ വധിക്കുകയും വേണം, സീതയെ കാണും വേണം. ഇതാണ് ലക്ഷ്യം. അതിന് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ അയച്ചു. പടിഞ്ഞാറോട്ട് സുഷേണനെ അയച്ചു. പിന്നെയോ വടക്കോട്ട് ശതബലിയെയും അയച്ചു. ഞാൻ അവിടെ വർണ്ണിക്കുകയാണ് ഹിമാലയം, അത് മറ്റത് ഒരുപടി
മ്ലേച്ഛം പുളിന്തം ശൂരസേനം പ്രത്തലം ഭൂതാം കുരു മദ്രം കാമ്പോജം യവനം ശകപുരം ശീനം പരമശീനം നീഹാരം വരദം എന്നീ ഹിമാലയത്തിൽ ചെന്നിട്ട് അനവധി നാടുകളുടെ പേരാണ് ഈ ഇത്രയും നാടുകൾ ഒക്കെ പോയിട്ട് എല്ലാ മുക്കും മൂലി അരികും സീതയെ നിങ്ങൾ അന്വേഷിക്കണം എന്നങ്ങനെ പറഞ്ഞു. പിന്നെയോ കുറേയും കൂടി ഹിമാലയത്തിൻ്റെ ഭാഗത്ത് കഴിയുന്ന കുബേരഗൃഹമായിട്ടുള്ള വൈശ്രവണ ഗൃഹമുണ്ട്. ക്രൗഞ്ചഗിരിയിൽ ചെന്നിട്ട് വളരെ ശ്രദ്ധാപൂർവം അവിടെ പോകണം എന്നങ്ങനെ പറഞ്ഞ് വടക്ക് ഭാഗത്തുള്ള കാര്യങ്ങൾ ശൂന്യമായിട്ടുള്ളൊരു സ്ഥലം, സോമഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, ഇത്രയൊന്നും അല്ല കേട്ടോ പറഞ്ഞിട്ട്, ചിലതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് വടക്കോട്ട് പോയാലോ സൂര്യനില്ലാത്ത അന്റാർട്ടിക്ക സ്ഥലമായിരിക്കാം എന്നാണ് ചില, സൂര്യനില്ലാത്ത സ്ഥലം, പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്, അവിടെ എത്തിയാൽ നിർത്തിക്കോളൂ. അങ്ങോട്ട് രാവണനും പോവില്ലല്ലോ, ആർക്കും കിടക്കാൻ പറ്റാത്തിരിക്കും രാവണനും പോവില്ല. അപ്പോൾ അതുവരേക്കുള്ള സ്ഥലങ്ങൾ മുഴുവൻ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് വാനരന്മാർക്ക് ഓർത്തു. അത്ഭുതങ്ങളും ദിവ്യങ്ങളുമായിട്ടുള്ള സ്ഥലങ്ങൾ പലതും അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ വാനരന്മാർ ആർത്ത് വിളിച്ച് ശബ്ദമുണ്ടാക്കി കോലാഹലം കൂട്ടി അതിഗംഭീര ശബ്ദ കോലാഹലങ്ങളോട് കൂടിയിട്ട് ഇതാ സീതാന്വേഷണത്തിന് അങ്ങനെ പുറപ്പെടുന്നു. അതിൻ്റെ ഇടയിലുണ്ടായിട്ടൊരു സംഭവമാണ് ഹനുമാൻ്റെ കയ്യിൽ ഭഗവാൻ രാമനാമാങ്കിതമായിട്ടുള്ള മോതിരം കൊടുക്കൽ. ഇതൊക്കെ കണ്ടത് എങ്ങനെയാണ് സുഗ്രീവന് മനസ്സിലായത് എന്നുള്ള കഥ പറയൽ. ഭഗവാൻ ചോദിക്കണ്ടേ, സുഗ്രീവ ഇതൊക്കെ നിനക്ക് എങ്ങനെ ഇത്രയും സ്ഥലം ഈ ലോകത്തുള്ളത് മനസ്സിലായി? അതിനെക്കുറിച്ചുള്ള പറയൽ. അങ്ങനെ സീതാന്വേഷണം പുരോഗമിച്ചിട്ട് അവർ എവിടേക്ക് എത്തണു? സ്വയംപ്രഭയുടെ ഗുഹയിലെത്തിയിട്ട് അവിടുത്തെ സംഗതികൾ വർണ്ണിക്കുകയാണ് തുടർന്നുള്ള ഭാഗം. പൂർവൻ രാമതപോവനാദിഗമനം മത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.